കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധയാകർഷിപ്പിച്ച മണ്ഡലമാണ് പാലക്കാട് എന്നുള്ളത്. കാരണം പാലക്കാട് ബി.ജെ.പിയുടെ ജയസാധ്യതയെ പറ്റിയുള്ള ചർച്ചകളാണ് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി 2500 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ടത്. ബി.ജെ.പി രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ 3 ടൈമിലും അവർ വോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലമാണ്. ബി.ജെ.പി പ്രതീക്ഷയോട് കാണുന്ന മണ്ഡലമാണ് പാലക്കാട് എന്നുള്ളത്. അതാണ് പാലക്കാടിനെ വയനാടിനെയും ചേലക്കരയെയും നിന്നും വ്യത്യസ്തമാക്കിയത്. വയനാട് ഏതാണ്ട് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നതിനെ പറ്റി മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളത്. എന്നാൽ ചേലക്കരയിൽ CPM-ന്റെ മണ്ഡലമാണ്. വർഷങ്ങളായി CPM നിലനിർത്തി പോകുന്ന മണ്ഡലമാണ്. പ്രത്യേകിച്ചും അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യതകൾ വിരളമാണ്. എങ്കിൽ പോലും കോൺഗ്രസ് നല്ലൊരു മത്സരം കാഴ്ചവെച്ചു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റി, കേരളത്തിൽ ആദ്യമായി ബി.ജെ.പി ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് പാലക്കാടാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ 2 സമയത്തും നേരിയ വ്യത്യാസത്തിനാണ് അവർ പരാജയപ്പെടുത്തിയത്. ഷാഫി പറമ്പിലായിരുന്നു സ്ഥാനാർത്ഥി UDF-ന്റെ. CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ന് പി സരിൻ എന്ന കോൺഗ്രസിൽ നിന്ന് മാറി വന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി ഒഴിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അവരുടെ പാർട്ടി ചിഹ്നത്തിൽ പോലും അവിടെ മത്സരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഈ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് തീയതിയിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ഏതായാലും ഇപ്പോഴ് SDPIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, കാരണം ഈ ബി.ജെ.പിയെ തോൽപ്പിക്കുന്ന മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിൽ ബി.ജെ.പി രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ചില സമയങ്ങളിൽ SDPIയുടെ നിലപാട് എന്നുള്ളത്. SDPI വർഷങ്ങളായി ഇത്തരം മണ്ഡലങ്ങളിൽ, കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും അങ്ങനെയുള്ള ബി.ജെ.പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പിന്തുണക്കുന്ന ഒരു പതിവ് SDPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇപ്പോഴൊരു പോസ്റ്റർ പുറത്തിറക്കുകയാണ് SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതിങ്ങനെയാണ്: പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തൃശൂർ ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ, ബി.ജെ.പി CPM ഡീലിനെ പരാജയപ്പെടുത്തുക, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരാവട്ടെ നമ്മുടെ സമ്മതിദാനാവകാശം എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഓർക്കുക എന്നുള്ള രീതിയിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പുകളിലെ വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വോട്ടിങ്ങിന്റെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഈ പോസ്റ്റർ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പോസ്റ്ററിലൂടെ SDPI ഒരു സന്ദേശം ഈ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. കാരണം പാലക്കാട് CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രസക്തിയുമില്ല ഈ മണ്ഡലത്തിൽ. അവർ ഇപ്പോഴും ഒരു CPM-ഉം ബി.ജെ.പിയും ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ള സന്ദേശമാണ് വോട്ടർമാർക്ക് ഇതിലൂടെ നൽകുന്നുള്ളത്. കൃത്യമായിട്ട് ഈ വോട്ടുകൾ, മതേതര വോട്ടുകൾ ഏത് പക്ഷത്തേക്ക് പോകണം എന്നുള്ള പോസ്റ്റർ ആണ് എന്നുള്ള വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഇതിൽ പറയാതെ പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ UDF-നുള്ള ആണ് ജയസാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ UDF-ന് ചെയ്യണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ പോസ്റ്റർ യഥാർത്ഥത്തിൽ നൽകുന്നുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയേക്കാൾ 9000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. LDF വളരെ പിന്നിലാണ് ആ മണ്ഡലത്തിൽ എന്നുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും LDF വളരെ പിന്നിലാണ്. നേരത്തെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF ബി.ജെ.പി പരസ്പര മത്സരമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 3000 ചില്ലാനം വോട്ടുകൾക്കാണ് ബി.ജെ.പി പരാജയപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു CPM ബി.ജെ.പി ഡീൽ ഉണ്ടെന്നുള്ള സന്ദേശമാണ് ഈ ഒരു പോസ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ഒരു സന്ദേശമാണ് SDPI നൽകുന്നത്. ഇത് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ SDPIക്ക് വളരെ വലിയ വോട്ടുള്ള ഒരു മണ്ഡലമല്ല പാലക്കാട്. എങ്കിൽ പോലും പാലക്കാട് മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ എവിടേക്ക് പോകണമെന്നും ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ, മതേതര വോട്ടുകൾ ഏത് പക്ഷത്തേക്ക് ചെയ്യണമെന്നുള്ള സന്ദേശമാണ് ഈ പോസ്റ്ററിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും SDPIയുടെ രാഷ്ട്രീയ പിന്തുണ വേണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് സ്വീകരിക്കാമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള കൂലങ്കഷമായ ചർച്ചകൾ ഇരുമുന്നണികളിൽ ഉണ്ടാവാറുണ്ട്. അവര് പരസ്പരം ഇത്തരം കാര്യങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താറുണ്ട്, വെല്ലുവിളികൾ വിളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും പാലക്കാട് മണ്ഡലത്തിൽ ഇപ്രാവശ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോഴ് ഈ പോസ്റ്ററിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ, മതേതര വോട്ടർമാർ
അത് അവരുടെ പിന്തുണ UDF സ്ഥാനാർത്ഥിക്ക് നൽകണമെന്നുള്ള സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റർ അടിച്ചുള്ള ഒരു പ്രകടനത്തിന് SDPI തയ്യാറായിരിക്കുന്നു എന്നാണ് ഇപ്രാവശ്യത്തെ ഒരു മാറ്റം എന്നുള്ളത്. ഈ പോസ്റ്ററിൽ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് BJP CPM ഡീലിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആരോപണമായി നമുക്കിതിനെ കാണാമെങ്കിലും SDPI പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു മണ്ഡലത്തിൽ പ്രഖ്യാപിതമായിട്ട് തന്നെ ഇത്തരം ഒരു കാര്യം ഉയർത്തിവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷ വോട്ടർമാർ എങ്ങോട്ടേക്ക് മാറുമെന്നുള്ളത് കൃത്യമായ സന്ദേശം കൂടിയാണ് ഈ പോസ്റ്റർ എന്നുള്ളത്. ഏതായാലും പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് കൃത്യമായിട്ട് മത്സരം BJPയും UDFും തമ്മിലാണ്. അവിടെ ആര് വിജയിച്ചാലും, അതായത് UDF ആണ് BJPയെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള കക്ഷി എന്നുള്ള നിലയിലുള്ള പ്രചരണം SDPI നടത്തുന്നതിനോടൊപ്പം തന്നെ ഇത്തരം ഒരു പോസ്റ്ററിലൂടെ ഇത്തരം ഒരു പ്രഖ്യാപനം കൂടി SDPI നടത്തി എന്ന് വേണമെങ്കിൽ പറയാം.